വർഷങ്ങളായി നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. ഹമാസുമായുള്ള ബന്ദിമോചന ചർച്ചകൾക്കിടയിലും ഗാസ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കത്തിന് പിന്നാലെ വന്ന ഈ പ്രസ്താവന സമാധാനത്തിനുള്ള സാധ്യതകളെ ഏറെക്കുറെ ഇല്ലാതാക്കി. ഇത് പലസ്തീൻ എൻക്ലേവിലെ ജനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു. ഹമാസിനെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടില്ലെന്ന് നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കി. എന്ത് വില കൊടുത്തും ഞങ്ങൾ അത് ചെയ്യും, ഹമാസിനെ അവിടെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ തന്ത്രത്തിലെ പുതിയൊരു സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുൻപ് ഹമാസുമായി പലതവണ വെടിനിർത്തൽ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് ഇത്തവണ ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഹമാസ് നിരായുധീകരിക്കുകയും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ നെതന്യാഹു യുദ്ധവിരുദ്ധതയുടെ സുനാമി എന്ന് വിശേഷിപ്പിച്ചത് ഇസ്രായേലിന്റെ നിലപാടുകൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം വഴങ്ങാൻ സാധ്യതയില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഖത്തറും ഈജിപ്തും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഹമാസ് സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ കരാർ നിലവിലുള്ള ബന്ദികളിൽ പകുതിയോളം പേരെ മോചിപ്പിക്കാൻ സഹായിക്കുമെന്നും ഖത്തർ അറിയിച്ചു. എന്നാൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതുൾപ്പെടെ തങ്ങൾക്ക് സ്വീകാര്യമായ വ്യവസ്ഥകളിൽ മാത്രമേ ചർച്ചകൾക്ക് തയ്യാറാകൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. 22 മാസത്തെ യുദ്ധത്തിന് ശേഷം 50 ബന്ദികളിൽ 20 പേർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളതെന്നാണ് ഇസ്രായേലിന്റെ കണക്ക്.